പണപ്പെട്ടി എടുത്തത് സായിച്ചേട്ടനാണല്ലോ. സായിച്ചേട്ടൻ വരക്കാൻ നമുക്ക് സംസാരിക്കാം. പണപ്പെട്ടി എടുത്തതിൽ എനിക്ക് ഇപ്പം എടുക്കണ്ടായിരുന്നു എന്നൊക്കെ, പിന്നെ ആളുടെ ഒരു യുക്തിയാണല്ലോ, ആളുടെ ഗെയിമാണല്ലോ, ആള് കളിക്കണേ. അപ്പോൾ പിന്നെ നമുക്കതിൽ പറയാൻ പറ്റില്ലല്ലോ. നന്ദനക്ക് വേണ്ടി എടുത്താണെന്നൊക്കെ പറയുന്നു കമന്റ്സ്. പറയണവർക്ക് പറയാമല്ലോ. അങ്ങനെ ഇഷ്ടം പോലെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ നല്ല കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കാര്യം ഇത് കൂടെ കേൾക്കും, അല്ലെങ്കിൽ ഇത് കൂടെ കളയും. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ ഞാൻ. പറയണവരെന്നെ പറയട്ടെ, ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരാണല്ലോ പറഞ്ഞിട്ടുണ്ടാക്കുന്നത്. ഉറപ്പായിട്ടെടുക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എടുക്കുന്നുള്ള കാര്യം. ഞാൻ ബിഗ് ബോസ് ഉള്ളപ്പോൾ തന്നെ പറയണ്ടായിരുന്നു ഞാൻ പെട്ടെടുക്കും, ഞാൻ പെട്ടെടുക്കും. ഉണ്ടെങ്കിൽ ഞാൻ എടുത്തേനെ ഉറപ്പായിട്ടും. അടിപൊളി ചേട്ടാ, സൂപ്പറാണ്. നടരെ കണ്ടത് ഭയങ്കര. ഞാൻ കമന്റ് ഒക്കെ വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഒന്ന് തെറി ഉറപ്പാണ് പുറത്തിറങ്ങിയാന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും ഭയങ്കര ആക്റ്റീവായി നിന്ന് സംസാരിച്ചു. മോളെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ നല്ല ഗെയിം കളിച്ചു, ആക്റ്റീവായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് നമുക്കൊരു സന്തോഷം. പുറത്തെ കമന്റ് അല്ലല്ലോ നോക്കണം. നമുക്കിപ്പോൾ പുറത്തെ കമന്റ് നമുക്ക് ഇടുന്നവർക്ക് ഇടാം. പക്ഷെ അതെ, പക്ഷെ പുറത്തുള്ള ആൾക്കാർ ഇപ്പോൾ നമ്മൾ കാണുമ്പോഴൊരു മറുപടിയാണല്ലോ നമുക്കത് കേൾക്കുന്നത്. അതെനിക്ക് കേട്ടപ്പോൾ സന്തോഷമായി, ഇഷ്ടപ്പെട്ടു. കൂടുതൽ വീഡിയോസ് വരുന്നത് പെങ്ങളുട്ടിയാണെന്നാണ്. അതെ, പെങ്ങളുട്ടി അല്ല, പെങ്ങളുട്ടി ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ ട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ